നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്ന ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞിന്റെ കഥ കഴിഞ്ഞു എന്നറിയുമ്പോ ആ തള്ളഠ്യം, പിന്നെ മോർച്ചറി, ആദരാഞ്ജലി, ചിത, ഒടുവിൽ സത്യഭാമ ഭിത്തിയിലൊരു പടം. ശ്യാമയുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച അതമ്മ എങ്ങനെ? വിഷ്ണുട്ടൻ ധൈര്യമായിട്ടിരിക്കും. ശ്യാമയുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. മോളെ ശ്യാമ, നമുക്ക് ഡോക്ടറെ കണ്ടെന്ന് സംസാരിക്കാം. അമ്മ വാ. കുറച്ചു നേരത്തെ വിവരം അറിഞ്ഞിട്ട് എന്തിനാടി കുറച്ചു നേരത്തെ കരയാനോ? മോളെ എനിക്ക് പേടിയാവുന്നടി. ആ നേഴ്സ് പറഞ്ഞത് നമ്മുടെ ശ്യാമയെ പറ്റിയാണെങ്കിലോ? പേടിക്കാതിരിക്കമ്മേ, ഒന്നും ഉണ്ടാവില്ല. ആരാ ഈ ശാലിനി? ഞാനാ സിസ്റ്റർ. നിങ്ങളുടെ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അമ്മ ഓടി വാ. ശ്യാമേ, എടി മോളെ. കുഞ്ഞേച്ചി, അമ്മേ, അമ്മ. മോളെ എന്താ? മോളെ എന്താടി? മോളെ എന്താടി? എന്താ? അബോർഷനായി ശാലിനി. മോളെ കരയതടി. എടി മോളെ, മോളെ ശ്യാമേ നോക്ക്. ശ്യാമേ നോക്ക്, ഒന്ന് നോക്കിയേ. എടി സംഭവിച്ചു പോയി. ഇനി നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. സങ്കടമുണ്ട്, ശരിയാ. ആ മുറിവുണങ്ങാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇനി നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? നിനക്ക് വേറൊരു കുഞ്ഞു പിറക്കുമ്പോ നീ ഇതെല്ലാം മറക്കും. അതിനുള്ള ഭാഗ്യം പോലും ദൈവം എനിക്ക് തന്നില്ലല്ലോ. എന്താ? മോളെ ശാലിനി, ശ്യാമയ്ക്ക് ഇനിയൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. ഈശ്വര, 10 മാസം ഒരു കുഞ്ഞിനെ പേറി പൂർണ്ണ ആരോഗ്യവാനായി പ്രസവിക്കാനുള്ള ശേഷി ശ്യാമയ്ക്കില്ല.
ചില സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാ ചെറിയൊരു വീഴ്ചയിൽ തന്നെ കുഞ്ഞ് അബോർഷനായി പോയത്. കുഞ്ഞേച്ചി, സത്യമ്മ എന്തുമാത്രം ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിനെ. എന്റെ രോഗത്തിന് എന്തുമാത്രം പ്രതീക്ഷയായിരുന്നു. കുഞ്ഞിനെ സ്വീകരിക്കാൻ വീടൊരുങ്ങി, തൊട്ടില് പണിയാൻ വരെ ഏർപ്പാടാക്കി, കുഞ്ഞുടുപ്പുകൾ വരെ തുന്നി വെച്ച്. ക്ഷമേ, ഒരു രാജകുമാരനായിട്ട് വളരേണ്ട എന്റെ കുഞ്ഞിന് ഈ വിധി വന്നല്ലോ. സമാധാനിക്ക്. ഞാൻ എങ്ങനെ സമാധാനിക്കാനാ? എന്റെ ജീവിതത്തിലെ സമാധാനം, സന്തോഷം എല്ലാം തീർന്നില്ലേ? രോഹിത്തിനോ സത്യാമ്മയ്ക്കോ ഇനി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റോ? അമ്മേ, എന്ത് സന്തോഷത്തിന്റെ നടുവിലമ്മേ ഞാനിരുന്ന്. ഒരു റാണിയെ പോലെ ആ കുഞ്ഞായിരുന്നു എന്റെ ജീവിതത്തിലെ സന്തോഷവും പ്രകാശവും എല്ലാം. അത് പോയില്ലേ? മോള് സമാധാനിക്ക്. ഞാനിനി എങ്ങനെ അമ്മേ ആ വീട്ടിലേക്ക് കയറി ചെല്ലാം? എന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ കെട്ടിയ തോരണങ്ങൾ അഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ സംസ്കരിച്ച ശവപ്പറമ്പല്ല എന്റെ ശരീരം. അങ്ങനൊന്നും പറയല്ലേ മോളെ, ഇത് കാണുമ്പോ അറപ്പും വെറുപ്പും അല്ല അവർക്ക് എന്നോട് തോന്നുക. അങ്ങനൊന്നും അല്ല ശ്യാമേ. നീ ഇല്ലടി, അങ്ങനെ എനിക്ക് തന്നെ എന്നോട് അങ്ങനെയാവാൻ തോന്നുന്നത്. മതിയെ എനിക്ക് ഇത്രയും മതി. ശ്യാമേ, എന്റെ കുഞ്ഞിനെ കൊന്ന് എന്റെ ഈ ശരീരം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഈ ശരീരം, ഈ ചണ്ടി എനിക്കിനി വേണ്ട. ശ്യാമേ, അതുകൊണ്ട് ഞാൻ പോവാ. ശ്യാമേ, അങ്ങനൊന്നും പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.